ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ആണ്. നമ്മൾ കുറേ നാളായില്ലേ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ഹെയർ കെയർ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഗ്രോത്ത് ഷാമ്പൂ ആണ്. സാധാരണ നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയിലൊക്കെയുള്ള എണ്ണമയവും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂ സെയിം ഈ ഒരു മെയിൻ നമ്മുടെ ഷാമ്പൂവിൻ്റെ പർപ്പസ് കൂടാതെ നമ്മുടെ മുടി നല്ലപോലെ വളരാനും നമ്മുടെ മുടിയെ സോഫ്റ്റൻ ചെയ്യിക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഷാമ്പൂ ആണ്. പക്ക നാച്ചുറൽ ഷാമ്പൂ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പുതിയതായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും മറക്കാതെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തിയുടെ പൂവും ഇലയുമാണ്. ചെമ്പരത്തിയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പണ്ടുകാലം മുതൽക്കേ തന്നെ ചെമ്പരത്തി നമ്മുടെ ഹെയർ കെയറിൽ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മുടി സംരക്ഷണത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ഒരു ഷാമ്പൂ ആയിട്ട്, ഒരു പ്രകൃതിദത്ത ഷാമ്പൂ ആയിട്ട് തന്നെ പണ്ടുകാലം മുതലേ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിന് നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഷാമ്പൂ ആയിട്ടും ഹെയർ പാക്കായിട്ടും പിന്നെ നമ്മൾ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ചെമ്പരത്തി യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ മുടി നല്ലപോലെ വളരാനും മുടിക്ക് നല്ലൊരു തിളക്കം കൊടുക്കാനും മുടിയെ സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ചെമ്പരത്തിയുടെ പൂവിലയൊക്കെ. ഇപ്പം നിങ്ങൾക്ക് രണ്ടും എടുക്കാം, അതല്ല ഇപ്പോൾ പൂ മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം, രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കുക. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ചെമ്പരത്തിയൊക്കെ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തൊക്കെ എല്ലായിടത്തും നമുക്ക് കാണാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് ചെമ്പരത്തി നമ്മുടെ ഒരു കൈപ്പിടിയോളം എടുത്താൽ മതി, രണ്ടും കൂടെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്, അലോവേറ. അപ്പോൾ അലോവേറയുടെ ജെല്ലെടുക്കുക. അത് ഞാനിപ്പോൾ ഒരു ഫുൾ ലീഫ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ജെല്ലെടുക്കുക. അപ്പോൾ ഈ ഒരു അലോവേറയുടെ ഗുണങ്ങളെ പറ്റിയും നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിലൊക്കെ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ അലോവേറ. ഇത് നമ്മളിപ്പോൾ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ, ഇപ്പോൾ ഡാൻഡ്രഫോ അതുപോലെ തന്നെ ഇച്ചിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഈ അലോവേറ ഭയങ്കര നല്ലതാണ്. അതുപോലെ നമ്മുടെ മുടിയെ സോഫ്റ്റൻ ചെയ്യിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും മുടിയുടെ ഡ്രൈനെസ് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേറ. അപ്പോൾ ഈ അലോവേറ നമ്മൾ അതിൻ്റെ ഒരു ജെല്ല് സ്പൂൺ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂപ്പ് ചെയ്തെടുക്കുക. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് അതാണ്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം, അത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഭയങ്കര ചകിരി പോലത്തെയുള്ള ഹെയറൊക്കെ ആണെങ്കിൽ ഹെയറിനെ സോഫ്റ്റൻ ചെയ്യിക്കാനും മുടിക്ക് കുറച്ചുകൂടെ വോളിയം കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഈ ഫ്ലാക്സ് സീഡ് ഭയങ്കര നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും അതിനെ ഹെൽപ്പ് ചെയ്യും. ഫ്ലാക്സ് സീഡാണ് നമുക്ക് മൂന്നാമത് വേണ്ടുന്നത്. അപ്പം ഇൻഗ്രീഡിയൻസ് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കിനി നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടൊന്നുമല്ല, ചെറിയ നമുക്ക് കൈയൊക്കെ മുക്കാൻ പറ്റുന്ന ചെറിയ ഇളം ചൂട് മതി. അപ്പോൾ ഒരു 1/4 കപ്പോ അത്ര തന്നെ മതി. ഈ വെള്ളത്തിലേക്ക് ചെമ്പരത്തിയുടെ പൂവും ഇലയും അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ലും രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. നല്ലപോലെ ഞെരടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ജെല്ല് പോലെ ആവും ആ ഒരു വാട്ടർ. ഇനി അത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. ഇനി നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 1 കപ്പ് വെള്ളം എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ജെൽ ഫോമിലേക്ക് വരും. അപ്പോൾ ഈ ജെൽ ഫോമിലേക്ക് കുറച്ചൊരു തിക്ക് ജെൽ ഫോമിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് 1 മിനിറ്റോളം അതുകൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. ദെൻ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം നമുക്കിതൊരു വൃത്തിയുള്ള ഒരു ക്ലോത്തിൽ അരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ പാക്ക് ഇതാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അടിപൊളി റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ ഹെയറിനെ നമുക്ക് നല്ലപോലെ സോഫ്റ്റൻ ചെയ്യിക്കാനായിട്ട് പറ്റും. റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ലപോലെ വളരാനും ഹെയർ ഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ആവാനും അതുപോലെ നമ്മുടെ ഹെയർ ഒക്കെ നല്ല ഷൈനിങ് ആകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇപ്പം ചിലർക്ക് ഇതൊക്കെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ നീരിറക്കം, തലവേദന, പനി, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ജലദോഷം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പാക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 15 മിനിറ്റ്സോളം തലയിൽ വയ്ക്കുക. അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കളയുക. അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ. നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ഫ്ലെക്സിലും തിളപ്പിക്കുന്ന ഒരു സമയമേ ഉള്ളൂ, ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പാക്കാണ്. നമുക്ക് ഒരു നാച്ചുറൽ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണിത്. അതുപോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ മുടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പൂ കൂടെയാണിത്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടി ക്ലീൻ ആവും. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കെമിക്കൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി പാക്കാണ്, അടിപൊളി ഒരു ഷാമ്പൂ ആണ്. ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കും ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഹെയറിൽ ഇങ്ങനെ ഒന്ന് പതയും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, എന്നിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.